പണത്തിനായി വേണ്ടി നടന്നൊരു വിവാഹമാണ് നടൻ നെപ്പോളിയന്റെ മകൻ ധനുഷിൻ്റേത്. മാത്രമല്ല, നേഴ്സായ പെൺകുട്ടി വധുവായി വന്നത് എങ്ങനെയാണെന്നും പറയുകയാണ് തമിഴിലെ മാധ്യമപ്രവർത്തകനായ പാണ്ഡ്യൻ. വലിയ ആഘോഷത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം നടനും രാഷ്ട്രീയക്കാരനുമായിരുന്ന നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷിന്റെ വിവാഹം നടന്നത്. താരകുടുംബത്തിന് മാസങ്ങൾക്ക് മുൻപ് നിശ്ചയം നടത്തിയതു മുതൽ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് നേരിടേണ്ടതായി വന്നത്. അതേസമയം കോടികൾ മുതൽ മുടക്കിയാണ് താരപുത്രന്റെ ആർഭാടപൂർണമായ വിവാഹം നടത്തിയതെന്നും പ്രചരണമുണ്ടായിരുന്നു. 200 കോടിയോളം വിവാഹത്തിന് മാത്രമായി ചിലവായെന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. നെപ്പോളിയന്റെ മകൻ ധനുഷ് ഒരു പ്രത്യേകതയുള്ള കുട്ടിയാണ്. മറ്റ് പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയില്ല. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി നെപ്പോളിയൻ അമേരിക്കയിലേക്ക് സ്ഥിരതാമസമാക്കി. ഏകദേശം 500 ഏക്കർ അദ്ദേഹത്തിന് അവിടെയുണ്ട് സ്വന്തമായിട്ട്. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ സമ്പാദിച്ച പണമാണിതെല്ലാം. തൻ്റെ കാലശേഷം മകനെ പരിപാലിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയ നടൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ആ പെൺകുട്ടി ഒരു നേഴ്സാണ്. ഒരു നേഴ്സിനെ പോലുള്ള ആൾ തന്നെ വേണം ധനുഷിനെ പരിപാലിക്കാൻ. ഭാര്യ എന്നതിലുപരിയായി ആ പെൺകുട്ടി ധനുഷിന് ഒരു നേഴ്സാണ്. നെപ്പോളിയന്റെ മുഴുവൻ സ്വത്തുവകകളുടെയും സംരക്ഷകയായിരിക്കും അക്ഷയ. അതാണ് സത്യം. ആ പെൺകുട്ടി തൻ്റെ ജീവിതം ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണെന്നും അതുപോലെ വിവാഹത്തിന് 200 കോടി ചിലവായെന്നും പറയുന്നു. എന്നാൽ അത്രയൊന്നുമില്ല. കൂടിപ്പോയാൽ 20 കോടി രൂപ വരെ ചിലവ് വരികയുള്ളൂ വിവാഹത്തിന്. അതേസമയം ധനുഷിന്റെ വിവാഹം നിശ്ചയിച്ച അന്ന് മുതലേ നെപ്പോളിയനും കുടുംബത്തിനും നേരെ നിരവധി വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥനും കഴിഞ്ഞ ദിവസം ധനുഷ് അക്ഷയ വിവാഹത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. ബയൽവാൻ രംഗനാഥൻ പറഞ്ഞത്, ഇൻഡിപെൻഡൻ്റായ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ നെപ്പോളിയൻ മകനു വേണ്ടി അക്ഷയയെ തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ്. മകൻ്റെ സന്തോഷം കാണാനാണ് നെപ്പോളിയൻ ജപ്പാനിൽ വിവാഹവേദി ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം വിവാഹത്തിനായി ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയാണ് ആദ്യമായി അക്ഷയ വിമാനത്തിൽ കയറിയത് പോലും. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു വിവാഹമെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും ഒട്ടുമിക്ക ആളുകളും വിവാഹത്തിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ജപ്പാനിൽ സൃഷ്ടിക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മകനെ സന്തോഷപ്പെടുത്തുക എന്നതാണ് നെപ്പോളിയന്റെ പ്രധാന ഉദ്ദേശമെന്നും ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞു. അരയ്ക്ക് താഴെയും കൈകളും തളർന്ന അവസ്ഥയാണ് ധനുഷിൻ്റേത്. മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. സംസാരിക്കുമ്പോഴും വ്യക്തത കുറവുണ്ട്. വിവാഹം വേണമെന്നുള്ളത് ധനുഷിൻ്റെ കൂടി താല്പര്യമായിരുന്നു. അധികം ബന്ധുക്കളെയൊന്നും അക്ഷയയുടെ കുടുംബവും ജപ്പാനിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയിട്ടില്ല. അക്ഷയയുടേത് നല്ല സ്വത്തും പണവുമുള്ള കുടുംബമായിരുന്നതെങ്കിൽ മകൾ ധനുഷിനെ വിവാഹം ചെയ്യാൻ അവർ സമ്മതിക്കില്ലായിരുന്നുവെന്നും തൻ്റെ കുടുംബത്തിനെ ആശ്രയിച്ച് ജീവിക്കാൻ മനസ്സുള്ള ഒരു പെണ്ണിനെയാണ് നെപ്പോളിയൻ മകനായി തിരഞ്ഞെടുത്തതെന്നും ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞു. ധനുഷിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഇപ്പോൾ 26 വയസ്സാണ്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിൽഡാണ് നെപ്പോളിയൻ. 1990കളിൽ തെന്നിന്ത്യയിൽ ഒട്ടാകെ മുൻനിര നടനായി ഉയർന്നു നിന്ന താരമാണ്. തമിഴ് സിനിമാ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഒരു കാലത്ത് സജീവമായിരുന്നു നെപ്പോളിയൻ. ഇടയ്ക്ക് രാഷ്ട്രീയത്തിലും സജീവമായിരുന്ന നെപ്പോളിയൻ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് വിജയിക്കുകയും MLA, MP, കേന്ദ്രമന്ത്രി തുടങ്ങിയ ഒട്ടേറെ ചുമതലകൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മകൻ്റെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്ത് പിന്നീട് ഇന്ത്യ വിട്ട് US പോവുകയായിരുന്നു. ഏറെ നാളായി ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്ന നെപ്പോളിയൻ ഇന്ന് അമേരിക്കയിൽ അറിയപ്പെടുന്ന വ്യവസായി കൂടിയാണ്. നാട്ടിൽ നിന്ന് പോയെങ്കിലും ഒപ്പം തന്നെ തൻ്റെ മകൻ്റേതുപോലെ സമാന സാഹചര്യം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി നെപ്പോളിയൻ തമിഴ്നാട്ടിൽ ആശുപത്രി സ്ഥാപിച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമായി നിന്ന താരം 100ൽ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നായകന് പുറമെ ശ്രദ്ധേയമായ വില്ലൻ വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളികൾ നെപ്പോളിയനെ അറിയുന്നത് മോഹൻലാൽ ചിത്രം രാവണപ്രഭുവിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിലൂടെയാണ്.